ഷാജഹാൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി.പി. നന്ദകുമാർ, മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയ, ഇങ്ങനെയുള്ള ആളുകളെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം വേട്ടയാടുന്ന നമ്മൾ പല സന്ദർഭത്തിലും കണ്ടിട്ടുണ്ട്. അതായത് ഭരണകൂടത്തിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെ, ഭരണകൂട തീവ്രതയ്ക്കെതിരെ എപ്പോഴും സമൂഹത്തോട് സംസാരിക്കുന്നവരാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ മടിക്കുന്നതോ പേടിക്കുന്നതോ ആയ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആളുകൾക്കൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്, ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ വല്ലാത്ത രീതിയിൽ ഭീതി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെയൊക്കെ കുറച്ചു നാളെങ്കിലും നിശബ്ദരാക്കി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ആ ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. തീർച്ചയായിട്ടും അത് താങ്കൾ പറഞ്ഞ പോലെ ക്രൈം നന്ദകുമാറിനെതിരെ, ഷാജൻ സക്രിയക്കെതിരെ, ഇപ്പം KM ഷാജഹാൻ. അതെ, ഈ ഷാജഹാനെതിരെ തിരിയുമ്പോൾ മറ്റൊരു മാനം കൂടി അതിലുണ്ട്. കാരണം എക്കാലത്തും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ശത്രുവായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന VS അച്യുതാനന്ദൻ തന്നെയാണ്, മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി. പിണറായി വിജയന് അഗൻസ്റ്റായിട്ട് എപ്പോഴും നിലപാടുകൾ എടുത്തിരുന്ന ആൾ തന്നെ, രാഷ്ട്രീയപരമായി തന്നെ. അവിടെ ഈ VS അച്യുതാനന്ദൻ്റെ പുറകിലും അതിൽ പോലെ കല്ല് പോലെ ഉറച്ചു നിന്ന ഒരാളാണ് KM ഷാജഹാൻ. VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴും പിണറായി വിജയൻ അക്കാലത്ത് തന്നെ ഇദ്ദേഹത്തോടൊരു കലിപ്പുണ്ടായിരുന്നു. 2 പ്രാവശ്യം ജയിലിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാജഹാന് തൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി പൊതുസമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയും. ചേട്ടാ, ഇപ്പം